യേശു എന്ന മഹാദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയിലെ വിശുദ്ധ ഏവങ്കേലിനെ ആസ്പദമാക്കിയുള്ളതായ വചനപ്രഘോഷണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 13-ാം വാക്യം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു: ഓശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന്. ഓശാനയുടെ ഞായറാഴ്ചയാണ്. യേശു എന്ന മഹാദൈവം തൻ്റെ വിജയകരമായ യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണ്. 25 ലക്ഷത്തിൽ പരം ജനത പെസഹ പെരുന്നാളിന് യെരൂശലേം ദേവാലയത്തിൽ കൂടി വന്ന സമയമാണ്. യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി മുന്നോട്ട് കടന്നു വന്നപ്പോൾ അപാലവൃത്തൻ ജനത തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുകയും ഈന്തപ്പനയുടെ കുരുത്തോലകൾ വെട്ടി അവനെ എതിരേൽക്കുകയും ചെയ്ത അനുഗ്രഹീത ദിനമാണ് എന്നോർപ്പിക്കുകയാണ്. എല്ലാ കൂടാര പെരുന്നാളിലും യഹൂദ ജനത സങ്കീർത്തന പുസ്തകം 118-25 പറഞ്ഞ പ്രകാരം, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഞങ്ങൾക്ക് വിജയം നൽകണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന ആ പ്രാർത്ഥന 6 ദിവസം ദേവാലയത്തിൽ ഇതേ പ്രാർത്ഥിക്കുകയും 7-ാം ദിവസം 7 പ്രാവശ്യം അത് ചൊല്ലിക്കൊണ്ട് ഈന്തപ്പനയുടെ കുരുത്തോലകൾ ഏന്തിക്കൊണ്ട് യഹോവയാൻ ദൈവത്തെ ആരാധിച്ച യഹൂദ ജനത കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന യേശുവിനെ കണ്ടുകൊണ്ട് അവനാണ് യെരൂശലേം ദേവാലയം ഇന്ന് വരെ ആരാധിച്ച ദൈവമെന്ന് ഉച്ചസ്വരത്തിൽ ഘോഷിക്കുകയാണ്. ഒരു സത്യം ഓർപ്പിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1:16 സെന്റ് പോൾ പറഞ്ഞ പ്രകാരം, സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യമായും അദൃശ്യമായവയും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അവൻ മുഖാന്തരമുണ്ടായി, അവൻ മുഖാന്തരം എല്ലാം അവന് വേണ്ടി ഉണ്ടായി എന്നും സാക്ഷീകരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളും യേശുവിനെ കർത്താവും ദൈവവുമെന്ന് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ജീവിത മേഖലകളിലെല്ലാം യേശുവാണ് എൻ്റെ ദൈവവും എൻ്റെ കർത്താവും, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനെന്ന് അന്ന് യഹൂദ ജനത 25 ലക്ഷം ജനതയിൽ കൂടുതൽ ആർത്തട്ടഘോഷിച്ച പ്രകാരം നമ്മുടെ ജീവിതത്തിലുമായി തീരുമ്പോൾ ഈ അനുഗ്രഹത്തിന് നിദാനമാകുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് എത്ര ജോർജ് മുള്ളർ കുട്ടികളുടെ കയ്യിൽ ഒരു കയ്യിൽ ബൈബിൾ കൊടുക്കുകയും മറ്റേ കയ്യിൽ പൗണ്ട് കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ പിടിക്കുന്ന കരങ്ങള് ദൈവാനുഗ്രഹങ്ങൾ നിറയപ്പെട്ടതെന്ന് ജോർജ് മുള്ളർ മക്കളെ പഠിപ്പിക്കുക. അതുകൊണ്ട് എത്ര അമേരിക്കയുടെ ഡോളറിലെല്ലാം വി ട്രസ്റ്റ് ഇൻ ഗോഡ് എന്ന് എഴുതിയത് കൊണ്ട് എന്നവന്റെ ഡോളർ ആരംഭിച്ചോ ലോകത്തെ ഏറ്റവും വലിയ പണത്തിന്റെ ആധിപത്യനായി അമേരിക്കൻ ജനത വളരുന്നു എന്ന് ഓർപ്പിക്കുക. മാത്രമല്ല, റെഡ് ക്രോസിന്റെ ചിഹ്നവും യേശു കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് കുരിശാണ് അടയാളം എന്ന് മറക്കരുത് എന്ന് ഓർപ്പിക്കുക. ലോകത്തെ 2/3 ഭാഗവും കീഴടക്കി വാഴിച്ചതായ UK യുണൈറ്റഡ് കിങ്ഡത്തിന്റെ അവന്റെ ഫ്ലാഗിലും യേശുവിന്റെ കുരിശടയാളമാണ്. ആരെങ്കിലും കുടുംബങ്ങളോ വ്യക്തികളോ യേശു കർത്താവ് എന്നിങ്ങനെ ആഘോഷിക്കുന്ന ഒരു ജനതയും പരാജയപ്പെടുകയില്ല, അനുഗ്രഹത്തിന് നിദാനമാണെന്ന് ഓർപ്പിക്കുക. അതുകൊണ്ട് എത്ര യേശു ക്രിസ്തുവിനെ സഭ സ്ഥാപിച്ചതിന് ശേഷം ഇന്നേ വരെ ലോകത്തെ കണ്ടുപിടുത്തങ്ങള്, ഐശ്വര്യങ്ങള്, നന്മകളുടെ എല്ലാം നിദാനവും ഉറവിടവും അതിന്റെ ശക്തിയും ക്രിസ്ത്യൻ കുടുംബങ്ങളും വ്യക്തികളും രാഷ്ട്രങ്ങളും ലോകവുമാണെന്ന് ഓർപ്പിക്കുകയാണ്. നമ്മുടെ തലകളെ വണക്കി നമുക്ക് ധ്യാനിക്കാം. യേശു എന്ന മഹാദൈവമേ, അന്ന് നിന്നെ യെരൂശലേം ദേവാലയത്തിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വന്നപ്പോൾ
അപാലവൃത്തൻ ജനത ഓശാന എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടെന്ന് പറഞ്ഞ് നിന്നെ ആഘോഷിച്ച പ്രകാരം കർത്താവെ, ഞങ്ങളുടെ വ്യക്തികളും കുടുംബങ്ങളും ഞങ്ങളുടെ ദേവാലയങ്ങളും നീയാണ് യഹോവയാം ദൈവം ഉച്ചഘോഷിക്കുന്ന ഹൃദയങ്ങളും മനസ്സും വാകളും ജീവിതങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം നിന്നിൽ ഞങ്ങൾ തലകൾ വണക്കി നിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ധ്യാനതയിലുനാഥ. യേശു നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.